നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Ideal Decor, Home and Office Furniture and Accessories. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം 66ാം റിപ്പബ്ലിക് ദിനം ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷവും സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലിയും നടന്നു. ഗ്രാമം പ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ അവാർഡ് ജേതാക്കൾക്കുള്ള ആദരം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ പൂരക്കളി അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി. മലയാള സിനിമ ഇപ്പോഴും ജനപക്ഷത്തോടെ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. പയ്യന്നൂരിൽ നടന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവ ഭാഗമായി സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതാഴം ALP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മാമുക്കോയ മുഖ്യാതിഥിയായി. പയ്യന്നൂരിലും തൃക്കരിപ്പൂരിലും അഗ്നിബാധ. പയ്യന്നൂർ കോളേജ് പരിസരത്തും തൃക്കരിപ്പൂർ തങ്കയത്തുമാണ് അഗ്നിബാധ. അഗ്നിശമന സേനയുടെ സമയോചിത ഇടപെടൽ മൂലം ഒഴിവായത് വൻ ദുരന്തം. നെടുവപ്പുറം സംഘശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ ഡോക്ടർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ മഹാദേവ ഗ്രാമം പ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ മികവ് 2015 ഫോക്ലോർ അക്കാദമി ജേതാക്കളെ ആദരിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ആസ്ഥാനമാക്കി പൂരക്കളി അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി KC ജോസഫ്. ഒരു രാഷ്ട്രം റിപ്പബ്ലിക് ആയതിന്റെ 66ാം വാർഷിക ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ വമ്പിച്ച മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ 1950 റിപ്പബ്ലിക് ആകുമ്പോൾ നമ്മുടെ രാജ്യം ഏറ്റവും പിന്നോക്കമായ ഒരു രാജ്യമായിരുന്നു. പയ്യന്നൂർ ആസ്ഥാനമാക്കി പൂരക്കളി അക്കാദമി സ്ഥാപിക്കുമെന്നും അതിനുള്ള സ്ഥലം MLA വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. ബരാക് ഒബാമ പറഞ്ഞത് ഗാന്ധിജി ലോകത്തിന് കിട്ടിയ സമ്മാനമാണെന്നാണ്. ആ ഗാന്ധിജിയെ വധിച്ച ഗോഡ്സേക്ക് അമ്പലം പണിയുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നതെന്നത് ഏറെ ദുഃഖകരമാണെന്നും മന്ത്രി പറഞ്ഞു. ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ അസീസ് തായിനേരി, ഡോക്ടർ RC കരിപ്പത്ത്, EV നാരായണൻ നന്ദിതിര്യൻ, ചേടമ്പത്ത് നാരായണൻ, KK കൃഷ്ണൻ പടത്രവൻ, പറോടത്തിൽ കുഞ്ഞിരാമൻ പെരുവണ്ണൻ, KV നാരായണൻ, KP ബാബുരാജ് എന്നിവരെയും മന്ത്രി ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സംസ്ഥാന കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. C കൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ, ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, ഫോക്ലോർ സെക്രട്ടറി M പ്രദീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. PU രാജൻ സ്വാഗതവും PU ബാബു നന്ദിയും പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മന്ദിരത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AP നാരായണൻ പതാക ഉയർത്തി. രാജ്യമേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ ജാഗ്രതയോടെയും ഒറ്റക്കെട്ടായും നാം പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് KPCC നിർവാഹക സമിതി അംഗം M നാരായണൻകുട്ടി പറഞ്ഞു. ഞാൻ പറയുന്നത് അടിമുടി പാർട്ടിയെ ഒരു ഘടനാപരമായി ചിന്താപരമായി പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ള ഒരു ഉന്നതമായ ദൗത്യം ഏറ്റെടുക്കാൻ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സാധിക്കണം. DCC വൈസ് പ്രസിഡന്റ് VN എരിപുരം, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, അത്തായി പത്മിനി, K രാഘവൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂരിലെ നീലമ്പം മുനവീറുൽ സെക്കൻഡറി ഇസ്ലാം മദ്രസ അങ്കണത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക തലതിരിച്ചുയർത്തിയത് വിവാദമായി.
തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ പുതുക്കിപ്പണിത മുനവിറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ ദിവസങ്ങൾക്ക് മുൻപാണ് ഉദ്ഘാടനം ചെയ്തത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കെട്ടിയ ദേശീയ പതാകയുടെ പച്ചഭാഗം മുകൾ ഭാഗത്തും കുങ്കുമവർണ്ണഭാഗം താഴ്ഭാഗത്തുമായാണ് ഉയർത്തിയ നിലയിൽ കണ്ടത്. ഉച്ചയ്ക്ക് 12 മണിവരെ ഇതേ നിലയിലായിരുന്നു. നെടുവപ്പുറം സംഘശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രജത ജൂബിലി ആഘോഷങ്ങൾ ഡോക്ടർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സി കൃഷ്ണൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി. സംഘശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നെടുവപ്പുറം രജത ജൂബിലി ആഘോഷങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അവശയും വൃദ്ധയുമായ ആ മുത്തശ്ശിയുടെ പക്കൽ 2 കുടങ്ങളുണ്ട്. ഒന്ന് സ്ട്രോങ് ആയ ഒരു സ്റ്റീൽ കുടം, മറ്റൊന്ന് തുളകൾ വീണ് ദ്രവിച്ച ഒരു മൺകുടം. എല്ലാ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ സ്വയം ഒരുക്കി നമ്മൾ മറ്റുള്ളവർക്ക് തെളിച്ചമായി തീരണമെന്ന് GS പ്രദീപ് പറഞ്ഞു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ ഇത്തരം ക്ലബ്ബുകൾ തയ്യാറാകണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സി കൃഷ്ണൻ MLA മുഖ്യാതിഥിയായി. MB അബുകുട്ടൻ മാസ്റ്റർ അധ്യക്ഷനായി. MV പവിത്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. EP കരുണാകരൻ, EP തമ്പാൻ മാസ്റ്റർ, PV നാരായണി, V ഉഷ, K നാരായണൻ, TP ജലീൽ, C ഗോപാലൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഘോഷയാത്രയും ഗാനമേളയും നടന്നു. തൃക്കരിപ്പൂർ തങ്കേമുക്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപത്തുള്ള ശ്മശാനത്തിൽ വൻ അഗ്നിബാധ. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃക്കരിപ്പൂർ തങ്കേമുക്കിലെ ഇലക്ട്രിസിറ്റി ഓഫീസിന് പരിസരത്തുള്ള ശ്മശാന സ്ഥലത്ത് തീപിടിച്ചു. ചുറ്റുപാടും കാടും പുൽപ്പടർപ്പുകളും തിങ്ങി നിറഞ്ഞ ഭാഗത്ത് വൻ അഗ്നിബാധയാണ് ഉണ്ടായത്. നടക്കാവിൽ നിന്നെത്തിയ അഗ്നിശമന സേനാ വിഭാഗവും നാട്ടുകാരും ചേർന്ന് തീയണച്ചതിനാൽ ദുരന്തം ഒഴിവായി. നിരവധി വീടുകൾ അടുത്തടുത്തുള്ള ഇവിടെ തീ വേഗം അണയ്ക്കാൻ സാധിച്ചത് വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ചെറുതാഴം ALP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. TV രാജേഷ് MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം മാമുക്കോയ ചടങ്ങിൽ മുഖ്യാതിഥിയായി. പ്രൗഢഗംഭീരമായ ഘോഷയാത്രയോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ചെണ്ടമേളത്തിൻ്റെയും മുത്തുകുടുകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നാടിൻ്റെ സംസ്കാരം വിളിച്ചോതുന്ന തെയ്യം, ദഫ്മുട്ട് തുടങ്ങിയ കലാരൂപങ്ങളും ആനുകാലിക സംഭവങ്ങളെ പ്രതിപാദിക്കുന്ന ഡിസ്പ്ലേയും അരങ്ങേറി. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് TV രാജേഷ് MLA ഭദ്രദീപം തെളിയിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജാതിമത ഭേദമന്യേ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ പൊതുവിദ്യാലയങ്ങൾ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് MLA അഭിപ്രായപ്പെട്ടു. ചെറുതാഴം സ്കൂളിന്റെ അഭിവൃദ്ധിക്കായി തന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും സ്കൂൾ വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കിയാൽ അതിന്റെ നടത്തിപ്പിനായി താൻ മുന്നിൽ നിൽക്കുമെന്നും MLA അറിയിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം നശിപ്പിച്ചത് നമ്മുടെ സംസ്കാരത്തെയാണെന്നും വരുന്ന തലമുറയെ സംസ്കാര സമ്പന്നമാക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ശ്രമം ഉണ്ടാകണമെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ മാമുക്കോയ പറഞ്ഞു. ഇനിയുള്ള കാലം സ്കൂൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെയൊക്കെ സംസ്കാരം. അതിൽ നിന്ന് നമ്മളെ ജീവിതത്തിലെങ്കിലും നമ്മളെ മക്കൾ നമ്മുടേതായ സംസ്കാരത്തിൽ ജീവിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനുള്ള വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കുടുംബത്തിൽ വീടുകളിൽ അവരെ നമ്മൾ നല്ല പോലെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പിടിവിട്ടു പോയി. മതത്തിന്റെ പേരിൽ വർഗീയത പറയുന്ന ഹിന്ദുക്കൾക്ക് ഹിന്ദുമതത്തെയും മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതത്തെയും അറിയില്ല. അതുകൊണ്ടാണ് തീവ്രവാദത്തിലേക്ക് എത്തുന്നത്. എത്രയൊക്കെ മതം പറഞ്ഞാലും പഴയകാലത്തെ കൂട്ടായ്മയുടെ അവശേഷിപ്പുകൾ ഗ്രാമങ്ങളിൽ ഇന്നും ഉണ്ട്. അവ കണ്ടെത്താൻ ശ്രമിക്കണമെന്നും മാമുക്കോയ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ P ദാമോദരൻ അധ്യക്ഷനായിരുന്നു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയ ബ്ലോഗിന്റെ ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അന്നൂർ രവിവർമ്മ കലാനിലയം 50ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച പന്തൽ ഉദ്ഘാടനം കലാനിലയത്തിന്റെ ആദ്യകാല സാരഥികളും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു. അതുപോലെ ഏത് സദസ്സിലും ആരുടെയും ശ്രദ്ധയിൽ ആദ്യം പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പോസ്റ്റ്മാൻ ഏട്ടൻ അദ്ദേഹവുമില്ല. അന്നൂർ രവിവർമ്മ കലാനിലയം 50ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിർമ്മിച്ച പന്തലിന്റെ ഉദ്ഘാടനം കലാനിലയത്തിന്റെ ആദ്യകാല സാരഥികളും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു.
TCV ബാലകൃഷ്ണൻ, PV പത്മനാഭൻ, VM മാധവൻ, KU ഹരീന്ദ്രൻ, KK രാമദാസ്, VK കമലാക്ഷൻ മാസ്റ്റർ എന്നിവരാണ് കലാനിലയത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തക കമ്മിറ്റി അംഗങ്ങൾ. KK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, P അപ്പുക്കുട്ടൻ മാസ്റ്റർ, AK രാമകൃഷ്ണൻ, P സുകുമാരൻ മാസ്റ്റർ, KK ദിവാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ഉപദേശക സമിതി അംഗങ്ങളുമാണ്. പയ്യന്നൂർ കോളേജിന് സമീപത്തായി വൻ തീപിടുത്തം. 5 ഏക്കറോളം സ്ഥലത്ത് തീ പടർന്നു പിടിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പയ്യന്നൂർ കോളേജിന്റെ പിറകുവശത്ത് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തീപിടിച്ചതായി നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ശ്രമകരമായ പ്രയത്നത്തിനൊടുവിലാണ് തീ അണഞ്ഞത്. 5 ഏക്കറോളം സ്ഥലം കത്തിയമർന്നു. കുറെ കശുമാവുകളും അഗ്നിക്കിരയായി. മമ്പലം ശ്രീ ഭഗവതി ക്ഷേത്രം ദേവസ്വം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. അനുമോദന പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. EV നാരായണൻ അന്തിതിരിയൻ, KV നാരായണൻ, KP ബാബുരാജ്, ചേട്ടമ്പത്ത് നാരായണൻ തുടങ്ങി ഫോക്ലോർ അക്കാദമി ജേതാക്കളായ കലാകാരന്മാരെയാണ് ആദരിച്ചത്. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ KP തമ്പാൻ അധ്യക്ഷനായി. നാടൻ കലകൾ ഏറെ പ്രചാരം നേടുകയും മത്സരത്തിൽ കടുത്ത വെല്ലുവിളി നേരിടുകയും ചെയ്യുന്ന കാലമാണിതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സി കൃഷ്ണൻ MLA അഭിപ്രായപ്പെട്ടു. ഒരു കാലത്ത് അത്രത്തോളം അറിയപ്പെടാത്ത ചില മേഖലകളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഫോക്ലോർ അക്കാദമി നാടൻ കലയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും അതിന്റെ സൂക്ഷ്മമായ പരിശോധനയിലൂടെ കേരള ഫോക്ലോർ സെക്രട്ടറി M പ്രദീപ് കുമാർ മുഖ്യാതിഥിയായി. പിലാക്കൽ അശോകൻ, KV ശശീന്ദ്രൻ, V രാഗേഷ്, മണിയറ ചന്ദ്രൻ, മാധവൻ പണിക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂരിക്കോവൽ ലക്ഷം വീട് കോളനിയിൽ കമ്പോസ്റ്റ് പൈപ്പുകൾ വിതരണം ചെയ്തു. മാലിന്യമുക്ത ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മൂരിക്കോവൽ ലക്ഷം വീട് കോളനിയിൽ കമ്പോസ്റ്റ് പൈപ്പുകൾ വിതരണം ചെയ്തത്. 15ഓളം വീടുകളിലായാണ് പൈപ്പ് സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. KK കൃഷ്ണൻ, P ശ്യാമള, M സഞ്ജീവൻ, K ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. റെഡ്കോ പയ്യന്നൂർ മാനേജർ ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. തൃക്കരിപ്പൂർ ചെറുകാനം ജനക്ഷേമ സമിതി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും പുസ്തക സംവാദവും നടന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ S കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ശാസ്ത്ര പഠന ഗ്രന്ഥങ്ങളായ ഫോക്ലോർ ഗവേഷകൻ ചന്ദ്രൻ മുട്ടത്തു രചിച്ച കല്ലുമക്കായ, സുസ്മിത ചന്ദ്രന്റെ പായലുകൾ നിത്യജീവിതത്തിൽ എന്നീ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് സംവാദം നടത്തിയത്. പരിപാടിയിൽ KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മൂല്യാധിഷ്ഠിത സമിതി കൺവീനർ സുകുമാരൻ പെരിയച്ചൂർ മുഖ്യാതിഥിയായി. ചന്ദ്രൻ മുട്ടത്ത്, സുസ്മിത ചന്ദ്രൻ എന്നിവർ പുസ്തക സമർപ്പണം നടത്തി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. A രാജീവൻ, മനോഹരൻ കൂവാരത്ത്, K ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മലയാള സിനിമ ഇപ്പോഴും ജനപക്ഷത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും കമ്മ്യൂണിസം, ഗാന്ധിസം പോലുള്ള ഇസത്തിനു പകരം തമ്പുരാനിസമാണ് അത് പ്രചരിപ്പിക്കുന്നതെന്നും സംവിധായകൻ ഡോക്ടർ ബിജു അഭിപ്രായപ്പെട്ടു. ഓപ്പൺ ഫ്രെയിമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ അടയാളപ്പെടുത്തുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള സവർണ ബോധങ്ങളിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ കുറച്ചുകൂടി മാറി ഈ ഒരു എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയാവുന്ന തരത്തിൽ മിഡിൽ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ IT മേഖലയിൽ പോലെയുള്ള അത്തരത്തിലേക്കുള്ള സ്വഭാവങ്ങളിലുള്ള സിനിമകളുണ്ടാകും. നമ്മൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരു ലിബറേഷനെ നമ്മൾ പലപ്പോഴും ആഘോഷിക്കുന്നത്, നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ടാർഗറ്റ് വിളിക്കുന്നത് നമ്മൾ എന്താ പറയുക, ലൈംഗികമായ ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന സിനിമ. മലയാള സിനിമ ഇന്നും ജനപക്ഷത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. തമ്പുരാനിസമാണ് ഇന്ന് മലയാള സിനിമയിൽ പ്രചരിക്കുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രചാരം ലഭിച്ച ഒരു സിനിമയിൽ ഉത്സവം നടത്തി തിരിച്ചു പോവുകയായിരുന്ന നായകൻ പേര് വിളിച്ചപ്പോൾ പ്രതികരിക്കാതെ തമ്പുരാനെ എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് ഇതിനുദാഹരണമാണ്. ജാതീയത ഇന്നും സിനിമകളിൽ പ്രത്യക്ഷമായി നിലനിൽക്കുന്നു. മറാഠി സിനിമയുടെ പ്രതികരണശേഷി പോലും മലയാള സിനിമ കാണിക്കുന്നില്ല. കറുത്ത നായികയ്ക്ക് മലയാളത്തിൽ കടന്നുവരാൻ സാധിക്കുകയില്ല. കറുത്ത നടന്മാരായ ശ്രീനിയെയും കലാഭവൻ മണിയെയും സിനിമയിൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മലയാളിക്കറിയാം. സാംസ്കാരിക പിന്മടക്കത്തിലൂടെ ജാതിമത മൂലധനവുമായി സമരസപ്പെടുകയാണെന്നും ഡോക്ടർ ബിജു പറഞ്ഞു. KM വേണുഗോപാലൻ, AK ജയശ്രീ, ലിസി മാത്യു എന്നിവർ പ്രസംഗിച്ചു. N സുബ്രഹ്മണ്യൻ മോഡറേറ്ററായിരുന്നു.
കേരള NGO സെന്റർ കാസർഗോഡ് ജില്ലാ സമ്മേളനം തൃക്കരിപ്പൂർ KMK ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ടി സാരംഗ് ഉദ്ഘാടനം ചെയ്തു. ജനതാദൾ യു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പി കോരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ KMK ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഇ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PB ബാലകൃഷ്ണൻ, P അമ്പാടി, T അജിത, VV കൃഷ്ണൻ, P തമ്പാൻ നായർ, K ശ്രീധരൻ, K ചന്ദ്രൻ, EV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പിറന്ന മണ്ണിൽ ജീവിക്കുവാനായി എന്ന ആവശ്യവുമായി കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് TN പ്രതാപൻ MLA കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നയിക്കുന്ന മത്സ്യത്തൊഴിലാളി അവകാശ സംരക്ഷണ യാത്രയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ ചേർന്നു. ബഹുമാന്യനായ TN പ്രതാപൻ ഈ രംഗത്ത് ഇത്തരമൊരു തീരദേശ സംരക്ഷണ ജാഥ എന്നുള്ളതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പിറന്ന മണ്ണിൽ ജീവിക്കാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വിഴിഞ്ഞം വരെ ഈ മാസം ജനുവരി 15 തൊട്ട് 28 വരെ ഇത്തരമൊരു ജാഥ നയിക്കുന്നത് അത് പരിപൂർണമായ വിജയത്തിലെത്തിക്കാൻ പിറന്ന മണ്ണിൽ ജീവിക്കുവാനായി എന്ന സന്ദേശമുയർത്തി കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് TN പ്രതാപൻ MLA ഫെബ്രുവരി 15 മുതൽ 28 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിക്കുന്ന മത്സ്യത്തൊഴിലാളി അവകാശ സംരക്ഷണ യാത്രയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ ചേർന്നു. P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. KV ഗംഗാധരൻ, PK ഫൈസൽ, EM ആനന്ദവല്ലി, ധനഞ്ജയൻ മാസ്റ്റർ, KP പ്രകാശൻ, KP ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാർമേൽ UP സ്കൂളിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ഒരു ക്ഷേമരാഷ്ട്രം എന്നാണ് ഈ റിപ്പബ്ലിക്കിന്റെ അർത്ഥം തന്നെ. ഈ ഒരു അവസരത്തിൽ നാം ബാപ്പുജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുന്നതോടൊപ്പം തന്നെ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ K കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം നടന്നു. K കരുണാകരൻ സ്റ്റഡി സെന്റർ, പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി, UAE K കരുണാകരൻ അനുസ്മരണ വേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് K കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രരചന, ദേശഭക്തി ഗാനാലാപന മത്സരങ്ങൾ നടന്നു. R വേണു, KM ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളും ടൗൺ JCസും സംയുക്തമായി റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ MB രാഘവൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന്റെയും തൃക്കരിപ്പൂർ ടൗൺ JCസിന്റെയും ആഭിമുഖ്യത്തിൽ സംയുക്തമായി നടന്ന റിപ്പബ്ലിക് ദിനാഘോഷം പതാക ഉയർത്തൽ, പ്രത്യേക അസംബ്ലി, ദേശഭക്തി ഗാനാലാപനം എന്നിവയോടെ നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ MB രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ JCസ് പ്രസിഡന്റ് VM രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു. KV കൃഷ്ണപ്രസാദ്, ഷിജു കരികടവ്, ശ്യാമള ടീച്ചർ, ലൈല ടീച്ചർ, ലത ടീച്ചർ, പ്രോഗ്രാം ഡയറക്ടർ JC നാരായണൻ, ആശ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. പരിപാടിയുടെ ഭാഗമായി കലോത്സവ വിജയികളെ അനുമോദിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിന അസംബ്ലിയിൽ വെച്ച് വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. സംസ്ഥാന തലത്തിൽ കഥകളി സംഗീതത്തിൽ A ഗ്രേഡ് നേടിയ ദർശന KP, അറബി ഗാനത്തിൽ A ഗ്രേഡ് നേടിയ നാസിഫ നവാസ് എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. PTA പ്രസിഡന്റ് യൂസഫ്, വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. പ്രിൻസിപ്പൽ കീർത്തിമോൾ, HM ഇൻചാർജ് അജിത ടീച്ചർ, അശോകൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ രാമന്തളി ഉത്രാടം റിസോർട്ടിൽ നടന്നു. കൺവെൻഷൻ PK ശ്രീമതി MB ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ രാമന്തളി ഉത്രാടം റിസോർട്ടിൽ മുതിർന്ന പത്രപ്രവർത്തകൻ CV ബാലകൃഷ്ണൻ പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ചു. പ്രതിനിധി സമ്മേളനം കണ്ണൂർ MP PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തന രംഗത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ഒരു മേഖലയായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. പണ്ടത്തേതിനേക്കാൾ എത്രയോ മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ പത്രപ്രവർത്തന മേഖല. അത് പ്രിന്റ് മീഡിയയിലായാലും വിഷ്വൽ മീഡിയയിലായാലും നമുക്കത് കാണാം. പത്രസ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ടവരായ പ്രാദേശിക പത്രപ്രവർത്തകരെ അവഗണിക്കുന്നത് ഖേദകരമാണെന്നും ഈ രംഗത്തുള്ളവരെ തുല്യരായി കാണാൻ കഴിയണമെന്നും അവർ അഭിപ്രായപ്പെട്ടു.
ചടങ്ങിൽ രാമന്തലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ഗോവിന്ദൻ, U വിക്രമൻ, OK ശശി, അനിൽ ബിശ്വാസ്, VV ഗഫൂർ, ആദർ പാലക്കോട് എന്നിവർ പ്രസംഗിച്ചു. പത്രപ്രവർത്തക സംഘടനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് TI മധുസൂദനൻ, KO രാമാനുജൻ എന്നിവർ ക്ലാസ് എടുത്തു. പയ്യന്നൂരിലെ സാന്ത്വന പ്രവർത്തക സംഘടനയായ ടച്ച് ഫോർ റിലീഫ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാതല വോളി സംഘടിപ്പിച്ചു. വോളിബോൾ മത്സരം രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വാശിയേറിയ മത്സരത്തിൽ ഫ്രണ്ട്സ് മുത്തത്തി ജേതാക്കളായി. CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ട്രോഫികൾ വിതരണം ചെയ്തു. ഇനി ഉത്സവ വിശേഷങ്ങൾ. ഉദനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രം പാട്ടുത്സവത്തിന്റെ ഭാഗമായി പുലിയ സമുദായക്കാരുടെ കൂവപ്പണിക്ക് തുടക്കമായി. കോയിത്തറവാട്, എള്ളത്തെ തറവാട്, ഈരാളി തറവാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂവപ്പണി. അള്ളട സ്വരൂപത്തിന് അധിപൻ ഉദനൂർ ക്ഷേത്രപാലകൻ ഈശ്വരന്റെ ആരൂഢമായ ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന്റെ ഭാഗമായി കൂവപ്പണിയുടെ 4ാം നാൾ കിഴക്കേ നട മുതൽ നടക്കാവ് വരെയുള്ള കൂവപ്പണി പുലിയ സമുദായക്കാർക്ക് അവകാശപ്പെട്ടതാണ്. കൂവത്തറയ്ക്ക് മുന്നിലെത്തിയ സമുദായാംഗങ്ങൾ ക്ഷേത്രത്തിൽ നിന്നുള്ള മുഹൂർത്ത വെടി മുഴങ്ങിയതോടെ ചെണ്ടകൊട്ടി കൂവത്തറയ്ക്ക് 3 വലം വെച്ച് കൂവപ്പണി ആരംഭിച്ചു. നിരവധി സമുദായാംഗങ്ങൾ കൽപ്പിച്ചു കിട്ടിയ അവകാശപ്പണി ചെയ്യാൻ അത്യധികം ഉത്സാഹത്തോടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് താമ്പൂല സമർപ്പണ ചടങ്ങും നടന്നു. വർഷം കഴിയുന്തോറും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്ന സമുദായാംഗങ്ങളുടെ അംഗബലം കൂടി വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. എടാട്ട് ശ്രീ തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും അന്നദാനവും നടന്നു. മറ്റു വാർത്തകളിലേക്ക്. പയ്യന്നൂർ പെരുമ്പയിലെ വ്യാപാരിയും ചേംബർ മെമ്പറുമായിരുന്ന പരേതനായ M നാരായണന്റെ വിധവയ്ക്ക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ധനസഹായം വിതരണം ചെയ്തു. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ, B നന്ദകുമാർ, MB തിലകൻ, MK ബഷീർ എന്നിവർ സന്നിഹിതരായിരുന്നു. ബാർബർ ഷോപ്പ് ഉടമയും ക്യാൻസർ രോഗിയുമായ M നാഥന് ചേംബർ ഓഫ് കൊമേഴ്സ് യോഗത്തിൽ ധനസഹായം അനുവദിച്ചതായി ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ അറിയിക്കുന്നു. കുഞ്ഞിമംഗലം കിഴക്കേപ്പുരയിൽ തറവാട് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ജനുവരി 28, 29 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 66ാം റിപ്പബ്ലിക് ദിനം ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷവും സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലിയും നടന്നു. ഗ്രാമം പ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ അവാർഡ് ജേതാക്കൾക്കുള്ള ആദരം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ പൂരക്കളി അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി. മലയാള സിനിമ ഇപ്പോഴും ജനപക്ഷത്തോടെ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. പയ്യന്നൂരിൽ നടന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവ ഭാഗമായി സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതാഴം ALP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മാമുക്കോയ മുഖ്യാതിഥിയായി. പയ്യന്നൂരിലും തൃക്കരിപ്പൂരിലും അഗ്നിബാധ. പയ്യന്നൂർ കോളേജ് പരിസരത്തും തൃക്കരിപ്പൂർ തങ്കയത്തുമാണ് അഗ്നിബാധ. അഗ്നിശമന സേനയുടെ സമയോചിത ഇടപെടൽ മൂലം ഒഴിവായത് വൻ ദുരന്തം. നെടുവപ്പുറം സംഘശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ ഡോക്ടർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.